കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇതുവരെ സർക്കാരായിരുന്നു പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. അതിന് കാരണവുമുണ്ട്. നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ കക്ഷത്തിൽ വെച്ച് ഇരിക്കുക, പിന്നീട് സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ തലേ ദിവസം അത് രാഷ്ട്രപതിക്ക് വിടുക, കേരളത്തിലെ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ വിരിഞ്ഞു മുറുക്കാനുള്ള ശ്രമം നടത്തുക, കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കേരള സർക്കാരിനെ ഏതൊക്കെ വിഷയങ്ങളിൽ ആക്രമിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു ഗവർണറെയാണ് നാം കണ്ടത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാഴ്ചയാണ്, പുതിയ അനുഭവമാണ്. സർക്കാരും ഗവർണറും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കീഴ്വഴക്കമാണ് കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഇല്ലാതെ പോയത്. അതിന്റെ പിറകിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ദേശീയാടിസ്ഥാനത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെല്ലാം ഇതേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ആ സംസ്ഥാനങ്ങളിലെ ജനകീയ സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ആ സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഗവർണർ ചെയ്യുന്നത്. അത് RSSന്റെയും സംഘപരിവാറിന്റെയും ഒരു രാഷ്ട്രീയ അജണ്ട കൂടിയാണ്. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ സർവകലാശാലകളെ പിടിക്കാനുള്ള ഗവർണറുടെ ശ്രമം. എന്തിനാണ് സർവകലാശാലകൾ ഗവർണർ പിടിക്കുന്നത്? ഗവർണറുടെ പാർട്ടിയുടെ എന്ന് വെച്ചാൽ BJPയുടെ സംഘപരിവാറിന്റെ അജണ്ട സർവകലാശാലകളിലേക്ക് കൊണ്ടുവരണം. ദേശീയമായി തന്നെ RSSും BJPയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് കേരളത്തിലേക്ക് എത്തുന്നില്ല, കേരളത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഇടതുപക്ഷമുണ്ട്, ഒരു മതേതര രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ RSSന്റെ ഈ സംഘപരിവാർ രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെലവഴിക്കപ്പെട്ട, അതിന്റെ ഏറ്റവും നല്ല ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന BJPയും RSSും അതവർക്ക് ദക്ഷിണേന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഗവർണറെ ഉപയോഗപ്പെടുത്തി വളഞ്ഞ വഴിയിലൂടെ, പിൻവാതിലൂടെ സംഘപരിവാറിന്റെ അജണ്ട സർവകലാശാലയിൽ കുത്തിനിറക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ സർക്കാരും അതേപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗവർണറും സർക്കാരും മുഖാമുഖം നിൽക്കുകയാണ്. SFI സമരരംഗത്താണ് ഈ ഗവർണറുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ. ആ പ്രതിഷേധം ഇടയ്ക്കിടയ്ക്ക് വലിയ ചർച്ചയാകും, പിന്നീട് കെട്ടടങ്ങും എന്നതേ ഉള്ളൂ. കാരണം ഗവർണർ എപ്പോഴെങ്കിൽ മാത്രമേ കേരളത്തിൽ വരാറുള്ളൂ, അപ്പോൾ മാത്രമേ SFI പ്രവർത്തകർക്ക് കരിങ്കൊടി കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് അത് ചിലപ്പോൾ പ്രതിഷേധം രൂക്ഷമാകും, അതിനുശേഷം ഒരു ഇടവേളയെടുക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സർക്കാരും അതേപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ഭാഗമാണ്. അതേസമയം CPMും സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു, LDFും സർക്കാരിനെതിരെ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ CPMന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി ക്ഷേമ സമിതിയാണ് രാജ്ഭവനെതിരെ, ഗവർണർക്കെതിരെ പ്രക്ഷോഭം നയിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. എന്താണ് കാരണം? നേരത്തെ രാജ്ഭവനിൽ വെച്ച് ഒരു ദളിത് യുവാവിന്, വിജേഷ് എന്ന ദളിത് യുവാവിന് മർദ്ദനമേറ്റിരുന്നു. രാജ്ഭവൻ എന്ന ഗവർണറെ ഓഫീസിൽ വെച്ചാണ് മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തെ തുടർന്ന് യുവാവ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേസുണ്ട്, കേസ് മുന്നോട്ട് പോവുകയാണ്. ആ കേസിന് കൃത്യമായ തെളിവുകൾ രാജ്ഭവൻ നൽകുന്നില്ല. രാജ്ഭവനകത്ത് നടന്ന ഒരു സംഭവമായതുകൊണ്ട് പോലീസിന് അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആ അന്വേഷണത്തോട് സഹകരിക്കാൻ രാജ്ഭവൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അന്വേഷണത്തോട് സഹകരിക്കാതെ രാജ്ഭവൻ മാറി നിൽക്കുന്ന ഘട്ടത്തിൽ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കേസെടുത്ത ആ ഘട്ടത്തിൽ തന്നെ കേസ് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയാണ് കേരള പോലീസ് ഇപ്പോൾ. അതുകൊണ്ട് അന്വേഷണത്തിന് കൃത്യമായ ഒരു വഴി തുറന്നു കിട്ടണം. രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാകണം, രാജ്ഭവനിൽ ചെന്ന് തെളിവെടുക്കാനുള്ള അവസരമുണ്ടാകണം. ഇതാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ രാജ്ഭവൻ അത് അനുവദിക്കുന്നില്ല എന്നാണ് PKS കുറ്റപ്പെടുത്തുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് രാജ്ഭവന്റെ ഈ തെറ്റായ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഒരു ദളിത് യുവാവ് കൊല്ലപ്പെട്ട കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് രാജ്ഭവൻ സ്വീകരിക്കുന്നു എന്നാണ് PKS ആരോപിക്കുന്നത്, പട്ടികജാതി ക്ഷേമ സമിതി ആരോപിക്കുന്നത്. ഒരു ദളിത് യുവാവിനെ കൊല്ലപ്പെട്ട ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? രാജ്ഭവൻ അതിന് മുൻകൈ എടുക്കണ്ടേ? ഇപ്പോൾ ഗവർണർ തന്നെ എല്ലായ്പ്പോഴും മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ഗവർണർ. എന്തുകൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് മുൻകൈ എടുക്കാത്തത്? ഈ ചോദ്യമാണ് PKS ചോദിക്കുന്നത്, പട്ടികജാതി ക്ഷേമ സമിതി ചോദിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ മുൻകൈ എടുത്ത് ഈ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനുള്ള എല്ലാ സഹായവും പോലീസിന് ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് PKS പട്ടികജാതി ക്ഷേമ സമിതി
ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 10,000-ഓളം ആദിവാസി പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുക എന്നാണ് ഇപ്പോൾ PKS അറിയിച്ചിരിക്കുന്നത്. AK ബാലനായിരിക്കും മാർച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നും അറിയിച്ചിട്ടുണ്ട്. CPIM-ന്റെ തീരുമാനമനുസരിച്ചാണ് ഈ നീക്കം എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മാധ്യമങ്ങൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റൊരു സമരവും കൂടി രാജ്ഭവന് മുന്നിലേക്ക് വരികയാണ്. അത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ ഭൂമിയില്ലാത്തവർക്കും ഭൂമിയിൽ താമസിക്കുന്നവർക്കും ഏറെ ഉപകാരപ്രദമായ നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു ബില്ലുണ്ട്. ആ ബില്ലിൽ ഒപ്പിടാതെ കക്ഷത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഹർത്താൽ ആചരിക്കുകയും ഇടുക്കിയിലെ ജനങ്ങൾ രാജ്ഭവനിലേക്ക് വരികയും ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മുടെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് രക്ഷപ്പെട്ട് കൊച്ചി വഴി തൊടുപുഴയിൽ പോയി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഒന്ന് ആളാവാൻ ശ്രമിച്ചതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ കണ്ടും കേട്ടും സഹിച്ചു നിൽക്കുന്ന ഇടുക്കി ജനത ഇനിയിപ്പോൾ രാജ്ഭവനിലെ മുന്നിലേക്ക് വരികയാണ്. കുടിൽകെട്ടി സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കുടിൽകെട്ടി സമരം അടുത്ത് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെ വരുമ്പോൾ രാജ്ഭവൻ ഒരു സമര കേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു രാജ്ഭവനിലേക്ക്. ഇടുക്കിയിലെ ജനങ്ങൾ രാജ്ഭവന് മുന്നിൽ കെട്ടി സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ രാജ്ഭവൻ ഒരു വലിയ സമര കേന്ദ്രമായി മാറുകയാണ്. നമ്മുടെ ഗവർണർ കേരളത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു എന്നത് കേരളം ഇനി വീണ്ടും ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നതാണ് ഈ സമരങ്ങളുടെയൊക്കെ ഒരു ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത്.